ഇത്താ നിങ്ങള് എത്ര മണിക്ക് അവിടെ ബിരിയാണി കൊടുക്കല്? 11:45. എത്ര വർഷമായി നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട്? 29 കൊല്ലം. ആ സമയം മുതലേ ഈ പ്രൈസ് തന്നെയാണോ ഭക്ഷണത്തിന്? ചോറൊക്കെ ഉണ്ടായിരുന്നു. നിർത്തി. ഞാൻ ചോദിക്കട്ടെ വേറെ കാര്യം, ഈ ഇത്രയും ചെറിയ പൈസക്ക് ഇത്രയും റൈസ് കൊടുക്കുമ്പോ നിങ്ങൾക്ക് എങ്ങനെ മുതലാവുന്നുണ്ടോ? പണിക്കാരില്ലല്ലോ. പണിക്കാരില്ല, നിങ്ങൾ തന്നെയാണല്ലേ, അതുകൊണ്ട് ഒത്തു പോകുന്നുണ്ട് അല്ലേ? ഓക്കെ, ശരി. അസുഖമൊന്നുമില്ല. ശരി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറും 60 രൂപക്ക് ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചാലോ? അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ. സോ കമാൺ ഗൈസ്. അതെ, ഈ കാണുന്ന ബിരിയാണിക്ക്, അതായത് ചിക്കൻ ബിരിയാണിക്ക് വെറും 60 രൂപ ഉള്ളൂ. അതുപോലെ തന്നെ മീൻ ബിരിയാണി ഉണ്ട്, അതിനാണെങ്കിൽ 60 രൂപ. പിന്നെ കാട ബിരിയാണി ഉണ്ട്, കാട ബിരിയാണിയാണ് 70 രൂപ. അതുപോലെ തന്നെ കബ്സയുണ്ട്, കൂടാതെ ചിക്കൻ പൊരിച്ചതുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി, അതിന്റെ കൂടെ തന്നെ ഒരു കാട ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ റൈസ് വേണമെന്നുണ്ടെങ്കിൽ 40 രൂപ കൊടുത്താൽ എക്സ്ട്രാ റൈസും കിട്ടുട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവർ തരുന്ന റൈസ് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതിൽ തന്നെ ഒരു ചിക്കൻ പീസും ഉണ്ടാവും ട്ടോ. ഇവിടെ പോയവരുണ്ട് ുണ്ടെങ്കിൽ എന്റെ വീഡിയോനെ താഴെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇവിടെ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയി ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണം. ഞാനിവിടെ പോയ സമയത്ത് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, 60 രൂപക്ക് ഇത്ര റൈസോട് കൂടിയിട്ട് എങ്ങനെയാണ് ഇവർ ഈ ഒരു ബിരിയാണി കൊടുക്കണം എന്നുള്ളത് ഒരുപാട് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. സംഭവം കഴിച്ചു നോക്കുമ്പോഴൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് മുക്കത്തുള്ള അഭിലാഷ് ജംഗ്ഷനിലുള്ള നക്ഷത്ര ജ്വല്ലറിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ബിച്ചൂസ് എന്ന് പറഞ്ഞ ഹോട്ടൽ വരുന്നത് കേട്ടോ.